ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നല്ലൊരു ഹെന്ന എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. കുറേ വർഷങ്ങൾക്ക് മുന്നേ ബോംബെയിൽ സ്റ്റേ ചെയ്യുന്ന ടൈമിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ചെയ്യുന്ന അതേ രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. 7 കപ്പ് ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഇതിൻ്റെ പൗഡർ ഉപയോഗിച്ചും ഇത് റെഡിയാക്കാവുന്നതാണ്. അതിങ്ങനെ 2 ബാച്ചായിട്ട് അല്പം വെള്ളം ആഡ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. നമ്മുടെ മുടിക്ക് നല്ല വോളിയം ഉണ്ടാകാനും നല്ല ഷൈനിങ് കൊടുക്കാനും അതുകൂടാതെ നല്ല ഗ്രോത്തിനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് രണ്ടാമത്തെ ബാച്ചും അതേപോലെ അരച്ചെടുത്ത് നമ്മളെപ്പോഴും ഇത് ഇരുമ്പ് പാത്രത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കുന്നതാണ് നല്ലത്. അത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാലേ അതിന് നല്ലൊരു ഗുണമുണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ അതുപോലെ അരച്ചെടുത്ത് അതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെക്കണം. ഇത് മാസത്തിൽ ഒരു തവണ അപ്ലൈ ചെയ്യാവുന്നതാണ്. മുടി ഇങ്ങനെ പൊട്ടിപ്പോകാതെ ഇരിക്കാനും ഇത് ഹെൽപ്ഫുള്ളാണ്. ഇതേ രീതിയിലാണ്, അത് കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഇനി നമുക്ക് അതിന് വേണ്ടി 1 കപ്പ് വെള്ളം ഒരു സോസ് പാനിൽ ഒഴിച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡറുമാണ് ചേർക്കേണ്ടത്. അത് എന്നിട്ട് നല്ല ഒന്ന് മിക്സാക്കി വെക്കണം. മിക്സാക്കിയതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നല്ല തിക്കാവുന്നത് വരെ നല്ല കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല അത് കുക്ക് ചെയ്തെടുത്തു, നല്ല ചൂടായിരിക്കുന്നു. ഒന്ന് തണുത്തതിന് ശേഷം ഇതേ രീതിയിലാണ് അത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ മിക്സ് നല്ല തണുത്തു. ഇനി നമുക്ക് അതിലോട്ടത് ഒഴിക്കാം. ഇതേ രീതിയിൽ തയ്യാറാക്കുമ്പോഴാണ് യഥാർത്ഥ ഗുണമുണ്ടാവുകയുള്ളൂ. നമ്മൾ ആ ഒഴിച്ച വെള്ളത്തിൻ്റെ അംശം മാറുന്നത് വരെ കുക്ക് ചെയ്യണം. തിക്കായിട്ടാണ് ഇരിക്കേണ്ടത് ഇതേപോലെ. എന്നിട്ട് അത് നല്ല ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി വയ്ക്കണം. എയർ ടൈറ്റായിട്ടുള്ള ഒരു പാത്രം വെച്ച് അടച്ച് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് തലേ ദിവസമേ നമ്മളിത് സോക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. പിറ്റേ ദിവസം അത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ പിറ്റേ ദിവസമായി. നമ്മൾ തലേ ദിവസം ഒരു 3 മണി സമയത്താണ് ഇത് സോക്ക് ചെയ്യാൻ വെച്ചത്. പിറ്റേ ദിവസം അതേ ടൈമിൽ തന്നെ അത് എടുത്ത് നോക്കി, നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. അതിപ്പോൾ നമുക്കത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എഗ് വൈറ്റ് ചേർക്കുക. എഗ് വൈറ്റ് ചേർക്കുമ്പോൾ മുടിക്ക് നല്ലൊരു ഷൈനിങ് ഉണ്ടാകും. അത് കഴിഞ്ഞ് ഒരു ചെറിയ പീസ് നാരങ്ങയും പിഴിഞ്ഞൊഴിക്കേണ്ടതാണ്. നാരങ്ങ ചേർക്കുന്നത് ജലദോഷം അങ്ങനെയൊന്നും വരാതിരിക്കാനാണ്. കൂടാതെ അലർജി ഉള്ളവർ നാരങ്ങ ചേർക്കണമെന്നില്ല, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്നിട്ട് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും തലയിലിട്ടതിന് ശേഷം എന്നിട്ട് ഷവർ ക്യാപ്പ് വെച്ച് നല്ല ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം.